പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസംഗം തയ്യാറാക്കുന്നതാണ്. ആദ്യമായിട്ട് നാം നമ്മുടെ സദസ്സിനെ അവരെ ഒന്ന് വിഷ് ചെയ്യണം. അതിനു വേണ്ടി നമുക്ക് പല രൂപത്തിലുള്ള വേർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ബഹുമാന്യ അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ ഗുരുജനങ്ങളെ, ഇതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹപാഠികളെ, ഇങ്ങനെയെല്ലാം തന്നെ നമുക്ക് അതിനെ അഭിസംബോധനം ചെയ്യാം. എന്നിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അതേപോലെ തന്നെ അവസാനത്തിൽ ഒരു കൺക്ലൂഷനും, എല്ലാവർക്കും നന്ദി പറയുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു കൊച്ചു പ്രസംഗം നമുക്ക് തയ്യാറാക്കാം. ഏതായാലും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രസംഗം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മാന്യ സദസ്സിനെ എൻ്റെ നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ആരാണ് ഗാന്ധിജി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഗാന്ധിജിയെ ഏറ്റവും ചുരുക്കി നാം പരിചയപ്പെടുത്തിയാൽ ഇങ്ങനെ പറയാം: ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച അർദ്ധനഗ്നനായ ഫക്കീറാണ് ഗാന്ധിജി. ആ മഹാത്മാവിൻ്റെ ജന്മദിനമാണ് ഇന്ന് നാം ആചരിക്കുന്നത്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിക്കുകയും 1948 ജനുവരി 30 വെള്ളിയാഴ്ച ഡൽഹിയിലെ ബിർള ഹൗസിന് മുന്നിലെ മൈതാനത്ത് പ്രാർത്ഥനയ്ക്കും വേണ്ടി എത്തിയ സമയത്ത് ചില രാജ്യദ്രോഹികളുടെ കരങ്ങളാൽ കൊല്ലപ്പെടുകയും ചെയ്ത ആ മഹാത്മാവിൻ്റെ ജീവിത ലക്ഷ്യം, ജീവിതാഭിലാഷം എന്ന് പറയുന്നത് അഹിംസ എന്നുള്ളതായിരുന്നു. സത്യാഗ്രഹവും അഹിംസയും കൊണ്ട് നേതൃനിരയിലേക്ക് എത്തിയ മഹാത്മാവായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമ്മുടെ ഗാന്ധിജി. ലോകത്ത് ഒരുപാട് സമരങ്ങളും സമര നേതാക്കളും ജീവിച്ചു പോയിട്ടുണ്ട്. എന്നാൽ രക്തച്ചൊരിച്ചിലുകളില്ലാതെ, കൊലപാതകങ്ങളില്ലാതെ, സത്യത്തിലും നീതിയിലും സദാചാരത്തിലും ഉറച്ചു നിന്ന് എങ്ങനെ അവകാശങ്ങൾ നേടാമെന്ന് ലോകത്തിന് തന്നെ ഒരു പുതിയ സമരീതി പരിചയപ്പെടുത്തിയ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ലോകം അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ട് കൂടിയാണ് ആചരിക്കുന്നത് എന്ന് ഈ സമയത്ത് നാം വിസ്മരിച്ചുകൂടാത്ത കാര്യമാണ്. ഗാന്ധിജി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അസഹിഷ്ണുത വർദ്ധിച്ചു വരുന്ന കൽബുർഗി മുതൽ ഗൗരി ലങ്കേഷ് വരെയുള്ള എതിർ സ്വരങ്ങളെ തോക്കിനിരയാക്കുന്ന ഇക്കാലത്ത് ഐക്യരാഷ്ട്രസഭയും ലോകമെമ്പാടും ഈ ദിനം അഹിംസാ ദിനമായി ആചരിക്കുന്നത് ഗാന്ധിയൻ തത്വങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ തെളിവുകൾ കൂടിയാണ് എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. എല്ലാവർക്കും ഗാന്ധിയൻ തത്വങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. സത്യത്തിലും സദാചാരത്തിലും നീതിയിലുമുള്ള ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രിയ രാഷ്ട്രപിതാവിൻ്റെ മഹാത്മജിയുടെ ആത്മാവിനെ നിത്യ ശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.